ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ തലങ്ങളിലും UDF കാഴ്ചവെച്ച വൻ മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനവിധി വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലും പ്രതിഫലിക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസ് മുതിർന്ന നേതാവും എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം ഈ ആത്മവിശ്വാസത്തെ അടിവരയിടുന്നതായിരുന്നു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ആനടിച്ചുവെന്നും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം അതിന്റെ വ്യക്തമായ സൂചനയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടി. വിശ്വാസികളെ ഇനിയും കബളിപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതേണ്ടതില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ സർക്കാരിന്റെ നിലപാടുകൾക്ക് എതിരെയുള്ള ജനവിധിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDFന്റെ പ്രകടനത്തെക്കുറിച്ചും രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ചു. തലസ്ഥാന നഗരിയിൽ കോൺഗ്രസിന് സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. അത് മറികടക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, എന്നാൽ ആ ശ്രമം പൂർണ്ണമായും വിജയിച്ചില്ല. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകൾ തിരുവനന്തപുരത്തെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നതായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ആണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള സാധ്യത BJPക്ക് മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നു. LDFും UDFും ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിലാണ് സീറ്റുകൾ നേടിയത്. ഇത് മൂന്ന് മുന്നണികൾ തമ്മിലുള്ള കടുത്ത മത്സരത്തെയാണ് സൂചിപ്പിക്കുന്നത്. തലസ്ഥാനത്ത് NDA ഭരണം പിടിച്ചാൽ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് BJP എത്തും. ഇത് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF ആണ് വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കോട്ടകളിൽ പോലും LDFന് അടിപതറിയിരിക്കുന്നു. ഇത് സർക്കാരിന്റെ ഭരണ പരാജയത്തിന്റെ പ്രതിഫലനമാണെന്നാണ് UDF വിലയിരുത്തുന്നത്. മറുവശത്ത് NDA അവരുടെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. UDFനും LDFനും ബദലായി ഒരു ശക്തിയായി വളരാൻ സാധിക്കുമെന്ന BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഫലങ്ങൾ. 14 ജില്ലകളിലായി 244 കേന്ദ്രങ്ങളിലാണ് 1129 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ട് എണ്ണുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശാലമായ ചിത്രം ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. 2 ഘട്ടങ്ങളായി നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 86 നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ എന്നിവയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകൾ ഉൾപ്പെടെ ആകെ 23,576 വാർഡുകളിലേക്കാണ് ജനങ്ങൾ വിധി എഴുതിയത്. ഈ വിപുലമായ ജനവിധി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഇത്തവണ 2 ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ 73.68% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 2020 ഇത് 75.95% പോളിംഗിലെ ഈ നേരിയ കുറവ് ശ്രദ്ധേയമാണ്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന ഡിസംബർ 9-ന് 70.9% പോളിംഗും ഡിസംബർ 11-ന് നടന്ന രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ 76.08% പോളിംഗുമാണ് രേഖപ്പെടുത്തിയത്. UDF നേടിയ ഈ വൻ മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. നിയമസഭയിൽ 110 സീറ്റ് നേടുമെന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രഖ്യാപനം ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുന്നതിനുള്ള അടിത്തറ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകിയിട്ടുണ്ട്. കേരള ജനത ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്.